നമ്മളെല്ലാം ഇത്രമാത്രം ഭംഗിയുള്ളവരാക്കി മിടുക്കരാക്കി നമ്മൾ മാറ്റിയതിന്റെ പിന്നിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. നല്ല വസ്ത്രധാരണത്തിന്, ഭക്ഷണ രീതികൾക്ക്, പരസ്പരം പരിചയപ്പെടാനും ഇടപെടാനും നമ്മളെ പഠിപ്പിച്ചതിന് പിന്നിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അവരെയാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഏത് മികച്ച മേഖലയിലുള്ളവരെയും അവരെ ഉരുവാക്കിയെടുക്കുന്നതിന് പിന്നിൽ ആരുണ്ട്? ടീച്ചേഴ്സ്. എല്ലാ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ പ്രൊഫഷന്റെ പിന്നിലും ആരുണ്ടായേ പറ്റൂ? ടീച്ചേഴ്സ് ഉണ്ടായേ പറ്റൂ. അപ്പോൾ അധ്യാപകരുടെ പങ്ക് വളരെ വളരെ വലിയതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം തന്നെ പറയുന്നത്, യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ജീസസ് ആസ് എ ടീച്ചർ എന്നാണ്. യേശു ആരാണ്? ഒരു ടീച്ചറാണ്. യേശുവിനെ വിളിക്കുന്ന പേര് നോക്കി, ഗുരു, നല്ല ഗുരു എന്ന് മനോഹരമാണ് അല്ലെ? ഒരു ഗുരുവിന്റെ പ്രത്യേകത എന്താണ്? അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുക, അജ്ഞതയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കുക. ഏതൊരു അധ്യാപകനെ സംബന്ധിച്ചും ദൈവം കൊടുത്തിട്ടുള്ള കോൾ എന്ന് പറയുന്നത് അവരെ എന്ത് ചെയ്യുക? പുറത്തു കൊണ്ടുവരിക. എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരണം. കുട്ടികൾ എവിടെയായിരുന്നോ, തലമുറകൾ എവിടെയാണോ അവിടെ ആക്കി വെക്കുക എന്നുള്ളതല്ല, അവരങ്ങനെ പോകുക എന്നുള്ളതല്ല. അവരുടെ അധ്യാപകരുടെ ഉത്തരവാദിത്വം എന്താണ്? ടീച്ചിങ്ങിലൂടെ, എഡ്യൂക്കേഷനിലൂടെ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവരെ പുറത്തു കൊണ്ടുവരിക. അവരെ ഒരു വലിയ പാറക്കല്ല് നമ്മുടെ വീടിന്റെ മുൻപിൽ നാളെ കണ്ടുവന്ന് ചിന്തിക്കുക. സാറിന്റെ പേരെന്താ? പ്രവീൺ സാറിന്റെ വീടിന്റെ മുന്നിൽ നാളെ വലിയൊരു പാറക്കല്ല്, ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല, ഒരു പാറക്കല്ല്. എന്തായിരിക്കും പെട്ടെന്ന് ഒരു ചിന്ത വരുന്നത്? വാതിൽ തുറക്കുമ്പോൾ കാണുന്ന വലിയൊരു പാറക്കല്ല് എന്തായിരിക്കും പെട്ടെന്ന് ചിന്തിക്കുന്നത്? തുറന്നു പറഞ്ഞാൽ മാറ്റണം. എങ്ങനെ ഇത് മാറ്റും? സാറിന്റെ വീടിന്റെ മുമ്പിൽ ഒരു പാറക്കല്ല് നാളെ രാവിലെ കാണുമോ? നിങ്ങൾ എല്ലാവരും ഉത്തരവാദപ്പെടുന്നു പറഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, തമാശ വേണമെങ്കിൽ പറയാം, ഒരു പാറക്കല്ല് കണ്ടാൽ എന്ത് തോന്നും? സാറിന് എന്തായിരിക്കും തോന്നുന്നത്? ആരിത് കൊണ്ടുവച്ചത്? ഇതാരാ കൊണ്ടുവച്ചത്? ആ സാറിന്റെ വീടിന് മുമ്പിൽ നാളെ ഒരു പാറക്കല്ല് കണ്ടാൽ പെട്ടെന്ന് ആദ്യം തുറന്നപ്പോ കാണുന്ന പാറക്കല്ല് എന്തായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? ഇത് എങ്ങനെ വന്നു ഇവിടെ? എന്തായിരിക്കും തോന്നുന്നത്? ഇവിടെ ഫ്രണ്ടിൽ ഒരു വലിയ പാറക്കല്ല്, ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. പാറക്കല്ല് ഇത് എങ്ങനെ ഇവിടെ വന്നു അല്ലെ? ഇത് നമുക്ക് ചിലപ്പോൾ ഇതൊരു ശല്യമായി തോന്നി. ഇത് എന്ത് പെട്ടെന്ന് ഇനി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം, ഇത് എന്ത് ചെയ്യും, ആരെ വിളിക്കും, എങ്ങനെ ഇത് മാറ്റും, എന്ത് ദോഷം ആരുടെ കൊണ്ട് ഇട്ടു, ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ചിന്ത. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ശില്പിയുടെ വീടിന്റെ മുമ്പിലാണെങ്കിലോ ഈ പാറോ ശില്പി അതേ ഇങ്ങനെ ഒരു പാറക്കല്ലിന് വേണ്ടി ഞാൻ നമ്മൾ നോക്കിയപ്പോൾ ഇതിൽ കറുത്ത പാറക്കല്ല്, ഇതിൽ രൂപഭംഗിയില്ലാത്ത പാറക്കല്ല നമ്മൾ കണ്ടത്, പെട്ടൊരു ശല്യമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ശില്പിയാണെങ്കിലോ, ശില്പോ ദൈവത്തിന് സ്തോത്രം, ഉപവാസത്തിന്, പ്രാർത്ഥന പ്രയോജനമായ നല്ലൊരു പാറക്കല്ല് കിട്ടിയിരിക്കുക. നല്ലൊരു പാറക്കല്ല് എന്തിനു വേണ്ടിയാ? ഇതിന്റെ ഉള്ളിൽ ഒരു മാലാഖി കിടപ്പുണ്ട്, ഇതിന്റെ ഉള്ളിൽ മനോഹരമായ ഒരു ശില്പം കിടപ്പുണ്ട്. സത്യമല്ലേ? പക്ഷെ ഈ ശില്പം പാറക്കല്ല് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശില്പിയുടെ ആന്തരിക കണ്ണ് ഉപയോഗിച്ചിട്ട് ശില്പി പറയുന്നു, ഇതിന്റെ ഉള്ളിൽ ഒരു നല്ല ശില്പം കിടപ്പുണ്ട്. എന്ത് ചെയ്യും? പിറ്റേ ദിവസം മുതൽ ശില്പി എന്ത് ചെയ്യുന്നു? ആ ശില്പത്തെ ഉള്ളിൽ ഉപയോഗിച്ച്, ചുറ്റും ഉപയോഗിച്ച് പതിയെ കൊത്തിയെടുത്ത്. ഒരു ദിവസം കൊണ്ട് പറ്റുമോ? 2 ദിവസം കൊണ്ട് പറ്റുമോ? 3 ദിവസം കൊണ്ട് പറ്റുമോ? കഷ്ടപ്പെട്ട് നല്ലൊരു ശില്പത്തെ പുറത്തു കൊണ്ടുവരും. ശില്പം പുറത്തു കൊണ്ടുവരുമ്പോ പാറക്കല്ല് കണ്ട് മുഖത്ത് വരണ്ടച്ചെന്ന് പ്രവചിച്ചു, ഇതിന്റെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? ശില്പം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടം ഇത് തന്നെയാണ്. നമ്മുടെ തലമുറകളെ ദൈവം ഈ ഒരു പാറക്കല്ലിനേക്കാൾ കഷ്ടമായിട്ടാണ് ചില മക്കൾ. ചിലപ്പോ നമ്മുടെ തലമുറകൾ നമ്മളെ തന്നെ നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ 16-ാമത്തെ വയസ്സ് വരെ ഒരു പാറക്കല്ലിനേക്കാൾ വലിയ പ്രശ്നമാണ്. പാറയേക്കാൾ പാരയായിരുന്നു. വീടിനും നാടിനും ഒക്കെ പാര പോലെയായിരുന്നു. പക്ഷെ എന്താ പറ്റി? ദൈവം എന്ത് ചെയ്തു? ഈ പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശില്പമുണ്ടെന്ന് ദൈവം പറഞ്ഞു. എന്താ സംഭവിച്ചത്? ഈ പാറക്കല്ലിനെ രൂപപ്പെടുത്തിയെടുക്കുക. പാറക്കല്ലിനെ ഒരു അധ്യാപകന്റെ ഡ്യൂട്ടി സത്യത്തിൽ എന്താണ്? പാറക്കല്ല് പോലെ ഇരിക്കുന്ന കുട്ടികളെ അതിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ടും ദൈവവചനത്തിൽ ആശ്രയം കൊണ്ടും എന്ത് ചെയ്യണം? അവരുടെ ഉള്ളിലെ പുറത്തേക്ക് ആന്തരിക മനുഷ്യനെ പുറത്തേക്ക്. 1 ദിവസം കൊണ്ട് പറ്റത്തില്ല, 2 ദിവസം കൊണ്ട് പറ്റത്തില്ല. ഒരിക്കലും ഞാൻ മടുത്തു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ, നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ, നമുക്ക് നല്ല നല്ല ശില്പങ്ങളെ കൊണ്ടുവന്നേ പറ്റൂ. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, കർത്താവ് നമ്മളെ രൂപപ്പെടുത്തിയില്ലേ, കർത്താവ് നമ്മളെ വിലന്നില്ലേ, ആ ഒരു ടീച്ചർ ഉത്തരവാദിത്വം നമുക്കും. അപ്പൊ ഈ ഒരു ഇമ്പാക്ട് എന്താണ്? ടീച്ചിങ്ങിലെ ഇമ്പാക്ട് എന്താണെന്നുള്ളതാണ് 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പങ്കിടാൻ പോകുന്നത്. നമുക്കുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ദൈവം കാലഘട്ടങ്ങളിൽ പലരെയും വിളിക്കുന്നു. ശരിയല്ലേ? ദൈവം പെട്ടെന്ന് ഉണ്ടാക്കാൻ ആരെയും വിളിച്ചത്? പെട്ടെന്ന് ഉണ്ടാക്കാൻ നോഹി, സമാഗമന കൂടാരം, കൽപ്പനകൾ ആർക്കാ ദൈവം പങ്കുവെച്ചു കൊടുത്തത്? നോക്കിക്കേ, മനോഹരമായ ദൈവം പെട്ടെന്ന് ഉണ്ടാക്കാൻ. ഇനി ഇസ്രായേൽ മക്കളെ വിളിക്കാനായിട്ട്, ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരെയാണ്?
നോക്കി ആദ്യത്തെ രാജാവാരാണ്? ആദ്യത്തെ രാജാവ് നോക്കി, ന്യായാധിപന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. ദൈവ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരെ മാറി മാറി പിടിച്ചു. ഇതിനു വേണ്ടിയാ, വെറുതെ സമയപ്പോക്കിന് വേണ്ടിയല്ല, വലിയ നിയോഗങ്ങൾ കൈമാറിക്കൊണ്ട്. പുരോഹിതന്മാരുണ്ട്. ആരാണ് പുരോഹിതൻ? അഹറോൻ. നോക്കിക്കേ, പുരോഹിത ഇങ്ങനെ പാരമ്പര്യം നോക്കുമ്പോൾ, രാജകീയ പുരോഹിതൻ നോക്കുമ്പോൾ, ഈ പാരമ്പര്യത്തിലെല്ലാം ദൈവം വിളിച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാ? സത്യത്തിൽ ഒരു ഉദ്ദേശം. എല്ലാവരുടെ വിളിയുടെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. എഫേസ്യ ലേഖനം 1:17-18 വായിച്ചു നോക്കുമ്പോൾ പറയുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുമോ. എന്ത് മനോഹരമായ വാക്യമാണ്. വിളിയാലുള്ള, പ്രവീൺ സാറിനെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്. നോക്കിക്കേ, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ നമ്മൾ വിളിക്കുക, മോളെ ഒന്ന് നിന്നേ, നമുക്കൊരു സന്തോഷം. വാർഡ് മെമ്പർ എന്നെ വിളിച്ചല്ലോ. കുറച്ചുകൂടെ നടന്നു കഴിയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുന്നു, സാറേ നിന്നേ. നമുക്കൊരു സന്തോഷം. പഞ്ചായത്ത് മെമ്പർ വിളിച്ചതിനേക്കാൾ പ്രസിഡന്റ്. ഇനി പാഞ്ഞു പോകുന്ന കാറിൽ നിന്ന് MLA കയ്യിൽ പ്രവീൺ സാറേ എങ്ങോട്ട്? നമ്മൾ നോക്കി, മെമ്പർ അല്ല, പ്രസിഡന്റ് അല്ല, ആരാ? MLA വിളിച്ച് 5 മിനിറ്റ് കഴിഞ്ഞില്ല പോകാൻ. നല്ല അടിപൊളി കാറിൽ മന്ത്രി വന്ന്, പ്രവീൺ സാറേ എത്ര നാളായി കണ്ടിട്ട്. മന്ത്രി വന്ന് കഴിഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രവീൺ സാർ ഉയരത്തിലായി. വിളിച്ചത് പറയുന്നത് കണ്ടോ, എന്നെ ആർക്കറിയാം? എന്നെ ആരെയും വിളിച്ചത്? മന്ത്രിയാ വിളിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുഖ്യമന്ത്രി അതിലൂടെ പാസ് ചെയ്യുന്നു. പ്രവീൺ സാർ ലോകമേ എന്ത് സന്തോഷമായിരിക്കല്ലേ. നോക്കിക്ക്, വാർഡ് മെമ്പർ വിളിച്ചു, പ്രസിഡന്റ് വിളിച്ചു, MLA വിളിച്ചു, മന്ത്രി വിളിച്ചു, മുഖ്യമന്ത്രി വിളിച്ചു. ദേ നോക്കുന്നു, ഒരു ഹെലികോപ്റ്റർ ശബ്ദം. കേരളം കാണാൻ നമ്മുടെ പ്രധാനമന്ത്രി വന്നേക്കാം. പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി മമ്മൂട്ടി. ആരാ നമ്മുടെ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി സാർ. ഹെലികോപ്റ്റർ പ്രവീൺ സാറേ. എന്തോ സന്തോഷമായിരിക്കും. സത്യത്തിൽ 5 വർഷമോ 3 വർഷമോ ഭരിക്കുന്ന MLA-യോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ നമ്മൾ വിളിച്ചാൽ നമുക്ക് സന്തോഷം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വീട് സത്യത്തിൽ ഇവിടെ നമ്മൾ വായിച്ച വിളി ആരും വിളിച്ചതാണ്? അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ മാതാവിന്റെ ഗർഭത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ വിളിച്ച ദൈവം പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. ആ വിളിയുടെ പിന്നിൽ ഒരു ദേശമുണ്ട്. ലോകത്തെ എല്ലാ ഭരണാധികാരികളെ നിയമിക്കുന്ന ആ കർത്താവ് പറയുന്നു, സകലത്തിന്റെ പ്രഭുവായവൻ പറയുന്നു, രാജാക്കന്മാരെ നിയമിക്കുന്നവൻ പറയുന്നു, നാടുവാഴികളെ നിയമിക്കുന്നവൻ പറയുന്നു, സകല പ്രപഞ്ചത്തിന്റെ ഉടയവനായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. ആ വിളിയുടെ പിന്നിൽ ഉദ്ദേശം ഉണ്ട്. എല്ലാ കാലഘട്ടത്തിലും വിളിച്ചതുപോലെ തന്നെ പുതിയ നിയമസഭയിൽ ദൈവം വിളിക്കുന്ന 5 തരം വിളികളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് ആ വാക്യം അറിയാം. 4-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ ഏത് തരം വിളികളാണ്? അപ്പോസ്തലന്മാർ ചിലരെ ദൈവം എങ്ങനെ വിളിച്ചേക്കുന്ന സഭയുടെ? അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും. 5 തരം വിളികളിൽ ചില വ്യക്തികളെ ദൈവം വിളിച്ചേക്കുന്ന അപ്പോസ്തലന്മാർ. സഭകളെ പണിയുന്ന, സഭകളെ മെനയുന്ന, സഭകളെ ഓരോ ദേശങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ആരംഭിക്കുന്ന ആളുകളായിട്ടാണ് അപ്പോസ്തലന്മാർ. ഒരു സഭയുടെ സൃഷ്ടാവായിട്ട് സഭയെ ഉരുവാക്കിയെടുക്കുന്ന അപ്പോസ്തലന്മാർ. പൗലോസിനെ അറിയാം. പൗലോസ് തന്നെ പറയുന്നുണ്ടോ, ഞാൻ ഏറ്റവും ചെറിയവനാണ്, അപ്പോസ്തലന്മാർ ഏറ്റവും ചെറിയവനാണ് ഞാൻ, എന്റെ കർത്താവ് വിളിച്ചിരിക്കുകയാണ് അപ്പോസ്തലനായിട്ട് സഭയെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ. പ്രവാചകന്മാർ എന്ന് പറഞ്ഞ സഭയുടെ കണ്ണാണ് പ്രവാചകൻ. ഒരു സഭയുടെ പാപത്തെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ചൊക്കെ ബോധ്യം കൊടുക്കാൻ ദൈവം കാലാകാലങ്ങളിൽ വിളിക്കുന്ന, നിയോഗിക്കുന്ന വ്യക്തികളാണ് പ്രവാചകന്മാർ. സഭയുടെ കണ്ണ് ആണ് പ്രവാചകന്മാർ. നോക്കിക്കേ, ഇടയന്മാരുണ്ട്, ശ്രേഷ്ഠന്മാരായ ഇടയന്മാർ. സഭയെ നയിക്കാൻ, പരിപാലിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന വിളിയാണത്. അപ്പൊ അപ്പോസ്തലന്മാരും ഇടയന്മാരും പ്രവാചകന്മാരും എല്ലാം ഇങ്ങനെ പോകുമ്പോൾ ആ കൂട്ടത്തിൽ ദൈവം ജനത്തെ പഠിപ്പിച്ച് നടത്താൻ, നിയോഗിക്കാൻ വിളിച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ് ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ. ഇടയന്മാരുടെ ഒപ്പം തന്നെ എല്ലാ കോളിംഗ് പ്രവാചകന്മാരുടെ നിലയിൽ നിന്ന് ഒട്ടും താഴെ എല്ലാ ഉപദേഷ്ടാക്കന്മാർ. ഉപദേഷ്ടാക്കന്മാരുടെ പ്രത്യേകത എന്താ? അവർ മറ്റുള്ളവരെ ഉപദേശം കൊണ്ട് വഴി നടത്തും. ബൈബിളിൽ ഒരു വാക്ക്, പ്രത്യേകം ഒരു എടുത്തു പറയേണ്ട ഒരു വാക്കാണ് പത്യോപദേശം. അല്ലെ? എന്താ പത്യോപദേശം എന്ന് പറഞ്ഞാൽ? ഉപദേശിക്കാൻ നമുക്ക് എളുപ്പം, ഉപദേശം ആർക്കും വേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു മോളുണ്ട്, ആ മോനുണ്ട്. ഉപദേശം ഇഷ്ടമാണോ? സത്യത്തിൽ അവരെ വിളിച്ചിട്ട് മോനെ അങ്ങനെ നടക്കരുത്, ഇങ്ങനെ നടക്കരുത് പറയാൻ ഇഷ്ടമാണോ അവർക്ക്? നമുക്ക് ഇഷ്ടമാണോ? നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമാണോ? സത്യത്തിൽ ഉപദേശിക്കുക എന്ന് പറയുന്നത് തന്നെ, നമ്മൾ ചിലരെ, എനിക്ക് അപ്പച്ചനുണ്ടായിരുന്നു, ആ അപ്പച്ചനെ കാണുമ്പോൾ തന്നെ എനിക്ക് ചെറിയ ഉപദേശം വരുന്നുണ്ട്. കാര്യം നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞേ പറ്റൂ. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും പ്രായത്തിന്റെ പക്വതയിൽ നിന്നും പറയുന്നതാണ്. പക്ഷെ ചെറുപ്പക്കാരായ നമ്മൾ ചിന്തിക്കുന്നത് ഇദ്ദേഹം എന്തോ നമ്മളോട്
ഉപദേശിക്കാമോ വന്നിരിക്കുന്നവർ ഉപദേശി നോക്കുകയെ ഉപദേശിമാരെ വലിയ ഇഷ്ടമല്ല. പക്ഷെ ബൈബിളിൽ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഉപദേശിക്കുകയല്ല ചെയ്യേണ്ടത്, പത്യോപദേശം. എന്താ പത്യോപദേശം എന്ന് പറഞ്ഞാൽ? പത്യോപദേശം എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നുള്ളതല്ല, ജീവിതത്തിന്റെ മാതൃക കൊണ്ട് കാണിക്കുക. എന്താ ചെയ്യേണ്ടത്? മാതൃക കൊണ്ട്. മാതൃക കൊണ്ട്. നമ്മൾ പറയും മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ 24 മണിക്കൂർ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ചർച്ചയിൽ വന്ന് ഉറങ്ങരുത്. നമ്മൾ നമ്മൾ 24 മണിക്കൂർ ആമേൻ പറയുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ചർച്ചയിൽ വന്നിരുന്ന് ഉറങ്ങുന്നതിനും നേരത്തെ ചർച്ചയിൽ വരണം. നമ്മൾ 10:30 വരുന്നത്. പിന്നെ എങ്ങനെ നോക്കിക്കേ, ചീത്ത വാക്ക് പറയരുത്. നമ്മൾ പാർവത സംസ്കൃതം മാത്രമേ നോക്കിക്കേ. അങ്ങനെ പറയുന്ന ഒരാൾക്ക് എങ്ങനെ ഉപദേശിക്കാൻ പറ്റും? സത്യമല്ലേ? ബൈബിളിൽ പറയുന്ന ഒരു വാക്ക് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഉപദേശിക്കുക പോലും വേണ്ട, പത്യോപദേശം. ജീവിതത്തിന്റെ മാതൃക കൊണ്ട് കാണിക്കുക. ജീവിതത്തിന്റെ മാതൃക കൊണ്ട് കാണിക്കുക. യേശു എന്താ ചെയ്തത്? സ്നേഹിക്കാൻ പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത്, ജീവിതം കൊണ്ട് ഇത് കാണിച്ചു തന്നു. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ ഒരു ടീച്ചർ എന്ന രീതിയിൽ ഞാൻ എങ്ങനെയായിരിക്കണം? പത്യോപദേശം. പത്യോപദേശം. ഉപദേശം മാത്രമല്ല, ജീവിതത്തിന്റെ മാതൃക കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരാളായിട്ട് എന്നെ തീർക്കണമേ. അതെന്റെ വീട്ടിലും എന്റെ ആത്മീയ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും എല്ലാം എങ്ങനെയായിരിക്കണം? മാതൃക. പത്യോപദേശം പറയുക മാത്രമല്ല, പ്രവൃത്തിയിലും അത് കാണിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. നിങ്ങൾ എഴുതി വെച്ച് TEACHER, ടീച്ചർ. ടീച്ചർ എന്ന് എഴുതിക്കേ, ടീച്ചർ. ഇംഗ്ലീഷ് ലെറ്റർ താഴെ എഴുതിയാൽ പെട്ടെന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് വേഗം എഴുതിയെടുക്കാൻ 2 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ പതിപ്പിക്കാൻ ആഗ്രഹിക്കുക. TEACHER, ടീച്ചർ. ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ അതിന്റെ തൊട്ട് താഴെ ടീച്ചർ എന്നുള്ള ലെറ്ററുകൾ എഴുതിയെങ്കിൽ അതിന്റെ താഴെ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ പേര് എഴുതിക്ക്. നിങ്ങളുടെ കുഞ്ഞു പ്രായത്തിൽ നിങ്ങളെ LKG പഠിപ്പിച്ച, അംഗൻവാടിയിൽ പഠിപ്പിച്ച, ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഏതെങ്കിലും ടീച്ചറുടെ പേര് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറുടെ പേര് എഴുതിക്ക്. നിങ്ങളെ കുഞ്ഞു ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതാകാം, അംഗൻവാടിയിൽ പഠിപ്പിച്ചതാകാം, അക്ഷരങ്ങൾ പറഞ്ഞു തന്നതാകാം, ചെറിയൊരു അടി തന്നതാ ടീച്ചറാകാം, ചെറിയ ഉപദേശ ടീച്ചറാകാം, നിങ്ങളൊരു സഹായിച്ച ടീച്ചറായിരിക്കാം. ആരുമില്ലാത്തപ്പോൾ കൂടെ വന്ന് നിങ്ങളെ മോളെ വിഷമിക്കേണ്ട, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആത്മീയമായി വഴിനടത്തിയ ടീച്ചറാകാം. ഒരു ടീച്ചറുടെ പേര് എഴുതിക്ക്. എന്തുകൊണ്ടാണ് ആ ടീച്ചർ ഫേവറേറ്റ് ആയത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് താഴെ എഴുതിക്ക്. എന്തുകൊണ്ട് ആ ടീച്ചർ നിങ്ങൾ ഇപ്പോൾ ഓർക്കാൻ കാര്യം എഴുതി വെച്ചേ. ആ ടീച്ചർ ഇപ്പൊ നിങ്ങൾ ഓർക്കാൻ കാര്യം നമ്മുടെ ടീച്ചറായിരിക്കാം, മറിയാമ്മ ടീച്ചറായിരിക്കാം, പൗലോസ് സാറായിരിക്കാം. ആ സാറിന് നിങ്ങൾ ഇപ്പോൾ ഓർക്കാൻ കാര്യം എന്താ? പഴയ സാർ നാരായണന്റെ സാറായിരിക്കാം. ആരാണ് ഓർമ്മയില്ല. നോക്കി, ആ സാറിന് നിങ്ങൾ അന്നത്തെ പോലെ ഇപ്പോഴും നിങ്ങളുടെ മുഖം നിങ്ങൾ മുമ്പ് വന്ന് നിൽക്കുന്ന പോലെ നിങ്ങൾ തോന്നുക. ആ ടീച്ചറിനെ, ആ സാറിന് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. ചിലപ്പോ ആ സാർ ഇപ്പൊ ഈ ലോകത്തില്ലായിരിക്കും, ടീച്ചർ ലോകത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഇഷ്ടപ്പെട്ട ടീച്ചർ, ഇഷ്ടം കിടക്കുന്ന ഒരു ഇഷ്ടംപോലെ ടീച്ചർമാർ നിങ്ങളെ പഠിപ്പിച്ചു. പക്ഷെ എന്തോ ഒരു ഇഷ്ടം ആ ടീച്ചറോട്. എന്താ എഴുതിയത്? ആരുടെ പേരാ എഴുതിയത്? അമ്മണി ടീച്ചറാണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അമ്മണി ടീച്ചറുടെ കാര്യം എഴുതി വെച്ചത്. അമ്മണി ടീച്ചർ നമുക്ക് മറക്കാൻ പറ്റുമോ? എനിക്കറിയാം അമ്മണി ടീച്ചറെ. അമ്മണി ടീച്ചറിൽ ഈ അമ്മണി ടീച്ചർ നമുക്ക് എവിടെയുള്ള അമ്മണി ടീച്ചർമാരാണ്? നല്ല അമ്മണിമാരാണ് കേട്ടോ അമ്മണി ടീച്ചർ. കേട്ടോ അമ്മണി ടീച്ചർ എന്താണ് പ്രത്യേകത? സ്നേഹത്തോടെ. കേട്ടോ അമ്മണി ടീച്ചർ വർഷങ്ങൾക്ക് മുമ്പ് ഏത് ക്ലാസ്സിലാണ്? 8 മുതൽ കേട്ടോ, 8ാം ക്ലാസ് മുതൽ 19 വർഷം മുമ്പല്ലേ? നോക്കിക്കേ, ആരുടെ പേരാണ് എഴുതിയത്? ലീലാമ്മ ടീച്ചർ. കേട്ടോ ലീലാമ്മ ടീച്ചർ നമുക്ക് മറക്കാൻ പറ്റില്ല. എന്ത് പ്രത്യേകത ലീലാമ്മ ടീച്ചർക്കുള്ളത്? എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. ആരുടെ പേരാണ് എഴുതിയത്? മറിയാമ്മ ടീച്ചർ നമുക്ക് മറക്കാനേ പറ്റത്തില്ല. ആരെ മറന്നാൽ മറിയാമ്മ ടീച്ചർ മറക്കാൻ പറ്റുമോ? എന്താ മറിയാമ്മ ടീച്ചർ മറക്കാതിരുന്നത്? മറിയാമ്മ ടീച്ചറേക്കാൾ സുന്ദരിമാർ എത്ര പേരുണ്ടായിരുന്നു, മറിയാമ്മ ടീച്ചറേക്കാൾ പണമുള്ളത് എത്ര പേരുണ്ടായിരുന്നു, ശരിയല്ലേ? പക്ഷെ മറിയാമ്മ ടീച്ചർ വന്നത് വലിയ പെൻസിലല്ല വന്നത്. അല്ല, പാവപ്പെട്ട മറിയാമ്മ ടീച്ചർ വേറെ തൊലിച്ച് ചൂട് മഴയത്ത് നനഞ്ഞു വന്നത് മറിയാമ്മ ടീച്ചർ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. ആരെയാ വന്നത്? ശോശാമ്മ ടീച്ചർ മറക്കാൻ പറ്റുമോ? ഉപയോഗിക്കുന്നത് പാവപ്പെട്ട ശോശാമ്മ ടീച്ചറാ, കണക്ക് പിടിച്ച ടീച്ചറാ, സ്നേഹമുള്ള ടീച്ചറാ. ലൈല ടീച്ചർ നമുക്ക് മറക്കാൻ പറ്റില്ല. ലൈല ടീച്ചർ എന്തുകൂടെ ഓർന്നത്? സ്നേഹമുള്ള ടീച്ചറാണ്. ആരെയും ഓർന്നത്? ടീച്ചർ ഓർക്കുന്നുണ്ടോ? എന്താ ടീച്ചർ? സന്ധ്യ ടീച്ചറോ? സന്ധ്യ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചേ? കമ്പ്യൂട്ടർ പഠിപ്പിച്ച ടീച്ചറാണ്. എന്തുകൊണ്ട് അങ്ങനെ ഓർക്കാൻ കഴിയും? കേട്ടോ നല്ല സാറിന്റെ ഓർമ്മ ഏതെങ്കിലും ടീച്ചർ ഓർമ്മ വന്നോ? സണ്ണി സാർ ഏത് ക്ലാസ് പഠിപ്പിച്ചതാണ്? 4ാം ക്ലാസ്. 100 വർഷം മുമ്പ് അല്ലേ? 100 വർഷം മുമ്പ്, 2 വർഷം മുമ്പെങ്കിലും 40 വർഷം മുമ്പെങ്കിലും പഠിപ്പിച്ചത് മറന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. സാർ ആരുടെ എപ്പോഴും ഓർമ്മ വന്നോ?
തോമാച്ചൻ സാർ മറക്കാൻ എങ്ങനെയാണ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചാണോ? മറക്കാൻ പറ്റും. തോമാച്ചൻ സാറിനെ മറക്കാൻ പറ്റും നമുക്ക്? ആരെല്ലാം മറന്നാലും എത്ര പേരെ നമ്മൾ ഓർത്തു, എത്ര പേര് മറന്നു? ആരെ ഓർത്തത്? ഡൊമിനിക് സാറോ? ഡൊമിനിക് സാറിനെ നമുക്ക് മറക്കാൻ പറ്റും? എന്താ കേട്ടോ മറക്കാതെ? മലയാളം പഠിപ്പിച്ചു കേട്ടോ. മലയാളം സാർ ആദ്യം പഠിപ്പിച്ചത് താറാ താറാ പിന്നെ നമ്മളിങ്ങനെ നന്നാകും താറ. നമ്മൾ ആദ്യമേ പഠിപ്പിച്ചത് പക്ഷേ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിച്ചു, വായിക്കാൻ പഠിപ്പിച്ചു. പലർക്കും വായിക്കാൻ അറിയാത്തപ്പോൾ നമ്മൾ മലയാളം ടീച്ചർ പഠിപ്പിച്ച ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. കണക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചില ടീച്ചർമാരെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. പുറകെ ഇരിക്കുന്ന കാര്യം ഓർത്തത് ശാന്ത ടീച്ചർ എന്ത് ശാന്തമായ സ്വഭാവമുള്ള ടീച്ചർ അല്ലേ? ശാന്ത ടീച്ചർ ആരെയും ഓർത്തത്? റസിയാമ്മ ടീച്ചറോ? മറക്കാൻ പറ്റുമോ റസിയാമ്മ ടീച്ചറെ? ഈ ടീച്ചർമാരെ നമ്മൾ ഓർക്കാൻ കാര്യം അവരുടെ സ്നേഹം, അവരുടെ കരുണ. അവരെ ഇനി ഞാൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം ഓർക്കുക. അവരുടെ പ്രത്യേകതകൾ, ചില പ്രത്യേകതകൾ നമ്മൾ ക്യാച്ച് ചെയ്ത് കാണും. ചിലർ നമുക്ക് മോഡലായി കഴിഞ്ഞു. അവരുടെ ഉപദേശങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ തെളിഞ്ഞു വരും. എന്താ കാര്യം അറിയാമോ? ഞാൻ ഇപ്പൊ പറയുന്ന വാക്കുകൾ നിങ്ങൾ TEACHER എഴുതി വെക്കുക. ടി എന്നത് ടാലന്റ് ആണ്. ടാലന്റ്, കഴിവുകൾ. ആ കഴിവുകൾ ടീച്ചറുടെ കഴിവ് മാത്രമല്ല, നിങ്ങളുടെ കഴിവുകൾ കാണിച്ചു തന്ന ടീച്ചർ, നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞു തന്ന ടീച്ചർ, മോളെ നിങ്ങൾക്കും ചിലത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ ടീച്ചർ. ടാലന്റ്, കഴിവുകൾ. ദൈവം നമുക്ക് എത്രയോ കഴിവുകളാണ് തന്നിട്ടുള്ളത്. ദൈവം തന്നിട്ടുള്ള കഴിവുകൾ നമ്മൾ ശരിക്കും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ബൈബിളിൽ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. സത്യത്തിൽ നമ്മൾ ഉപ്പായി വെളിച്ചമായി പൂർണ്ണമായിട്ട് 100% നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റുന്നുണ്ടോ? സത്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിവുകൾ ഉള്ളത് എവിടെയാണെന്നറിയാമോ? കഴിവുകളുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? കഴിവുകളുള്ള ആളുകൾ താമസിക്കുന്ന സെമിത്തേരിയിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കഴിവുകളുള്ള എഴുതപ്പെടാത്ത ഒത്തിരി കവിതകൾ അവിടെ കിടപ്പുണ്ട്. പ്രസംഗിച്ച് തീരാത്ത ഒത്തിരി പ്രസംഗങ്ങൾ സെമിത്തേരി കിടക്കണം. നാളെ പ്രസംഗിക്കാൻ ഓർത്ത് വെച്ചതാ. നാളെ സ്നേഹിക്കാൻ ഓർത്ത ഒത്തിരി സ്നേഹങ്ങൾ അവിടെ കിടപ്പുണ്ട്. നാളെ സഹായിക്കാമെന്ന് ഓർത്ത് വെച്ച ഒത്തിരി സ്നേഹങ്ങൾ അവിടെ കിടപ്പുണ്ട്. സെമിത്തേരി കിടപ്പുണ്ട്. അവിടെ കൊണ്ട് സെമിത്തേരി കൊണ്ട് അവസാനിക്കാം. നാളെ ആകട്ടെ എന്ന് ചിന്തിച്ച് ഒത്തിരി കാര്യങ്ങൾ അവിടെ കിടക്കുന്നു. സെമിത്തേരി അവിടെ പോകുന്നതിന് മുമ്പ് നമ്മൾ എവിടെ തീരുമാനിക്കണം? ഇന്ന് തീരുമാനിക്കും. ദൈവം ഇന്ന് എനിക്ക് ആയുസ്സുണ്ടാവും, ഇന്ന് എനിക്ക് ആരോഗ്യം ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ്? ഫ്രീസിൽ വെക്കാനുള്ളതല്ല, കരിക്കട്ട പോലെ ഇരിക്കാനുള്ളതല്ല, തീക്കട്ടയായിട്ട് ജ്വലിക്കാനുള്ളതാണ് എന്റെ കഴിവുകൾ. പാട്ട് പാടാൻ കഴിവുണ്ടോ? പ്രസംഗിക്കാൻ കഴിവുണ്ടോ? എഴുതാൻ കഴിവുണ്ടോ? വാട്സപ്പിൽ എഴുതാൻ കഴിവുണ്ടോ? വാട്സപ്പിൽ 2 വരി എഴുതിയാൽ മതി. നിങ്ങളുടെ സുഹൃത്തുക്കൾ 200 പേര് 300 പേര് നിങ്ങളുടെ ആ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അവർക്കതൊരു സന്തോഷമായി തീരും. നിങ്ങൾ ഒരു വാക്യം നിങ്ങൾ വായിച്ച്, ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിച്ച്, ദൈവമേ ഈ വാക്യം എന്നോട് നീ സംസാരിച്ചല്ലോ, അതൊരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ എഴുതി നിങ്ങൾ വാട്സപ്പിലേക്ക് ഇട്ടേ, ഫേസ്ബുക്കിലേക്ക് ഇട്ടേ. ഒത്തിരി പേര് കാണും, ഒത്തിരി പേർക്ക് ആശ്വാസമായി തീരും. നമുക്ക് പല രീതിയിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാം. നമ്മുടെ കഴിവുകൾ എന്ത് ചെയ്യരുത്? മാറ്റിവെക്കരുത്. കരിക്കട്ട പോലെ നമ്മുടെ കഴിവ് വെക്കരുത്. അതെന്താക്കി മാറ്റണം? തീക്കട്ടയായിട്ട് അങ്ങനെ ഉപയോഗിക്കണം. ഒന്ന്, കഴിവുകൾ. നമ്മുടെ കഴിവുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവസന്നിധിയിൽ ദാവീദിന്റെ കയ്യിൽ 5 കല്ല് ദാവീദ് എന്തെടുത്തു? 5 കല്ലുകളെടുത്ത് ഇങ്ങനെ നോക്കുമ്പോ ആ കല്ലുകളെടുത്ത് ഒറ്റ കല്ല് ഉപയോഗിച്ചു. അതുപോലെ നമ്മുടെ കഴിവുകൾ, ഒത്തിരി കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ചില കഴിവുകൾ ദൈവരാജ്യത്തിന് വേണ്ടി എഴുതാൻ കഴിവുള്ളവർ എഴുതണം, വായിക്കാൻ കഴിവുള്ളവർ വായിക്കണം, പ്രസംഗിക്കാൻ കഴിവുള്ളവർ പ്രസംഗിക്കണം. വെറുതെ ആരും എനിക്ക് അവസരം തന്നില്ലെന്ന് പറയരുത്. നമ്മൾ അവസരം ഉണ്ടാക്കിയെടുക്കണം. അവസരം എന്ത് ചെയ്യണം? അവസരം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ഈ ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് അവസരമാണ്. ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയുമോ? അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. ദൈവം തരുന്ന അവസരം ഉപയോഗിക്കുക. ഇന്നത്തെ ദിവസം അവസരമാണ്, അത് ഉപയോഗിക്കുക. നാളത്തേക്ക് വെക്കരുത്, നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നാളത്തേക്ക് മാറ്റരുത്, ഇന്ന് ആരംഭിക്കുക. രണ്ടാമത്തെ വാക്ക് എഴുതി വെക്കാം. എനർജറ്റിക്. എന്താ എനർജറ്റിക് എന്ന് പറഞ്ഞാൽ? ആരോഗ്യമുള്ള, ഉത്സാഹമുള്ള ആളുകളായിട്ട് ടീച്ചർമാരാണ്. ടീച്ചർ വന്നിട്ട് പറയുക, അയ്യോ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, പനിയായിരുന്നു, കാലാവസ്ഥ പ്രശ്നമായിരുന്നു, ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇരുന്ന് ക്ലാസ് എടുക്കാം എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും, ഞാൻ കിടന്ന് കേട്ടോളാം എന്ന് പറയും. അപ്പൊ കുട്ടികളുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്? ഞാൻ ക്ഷീണമാണ്, ഞാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല. പക്ഷെ ടീച്ചർ വീട്ടിൽ വലിയ പ്രശ്നങ്ങളുടെ നടുവില വന്നേക്കുന്നത്, വലിയ പ്രയാസത്തിൽ നടുവില വന്നേക്കുന്നത്, വീട്ടിലെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിഷമമായിട്ട് നടക്കുന്നുണ്ട്. യേശു ഈ ഭൂമിയിൽ ക്രൂശിക്കപ്പെടുമെന്ന് കർത്താവിന് എത്രയോ നാളുകൾക്ക് മുമ്പ് അറിയാം. അല്ലേ? കർത്താവിന് അറിയാം ഇങ്ങനെ ഒരു നിയോഗത്തിലാണ് ഞാൻ വന്നത്. പക്ഷെ കർത്താവ് ആ ഭാരം വെച്ചുകൊണ്ട് ആൾക്കാർ രോഗികൾ വരുമ്പോഴാണോ, അയ്യോ നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങളെക്കാൾ വലിയ പ്രശ്നം എനിക്ക് കാൽവരി ക്രൂശ് വരാൻ പോകുന്ന കർത്താവ് പറഞ്ഞോ? ഇല്ലില്ല. കർത്താവ് ഈ ഭാരം അറിയാമെങ്കിലും, ഈ പ്രശ്നം അറിയാമെങ്കിലും, ഈ പ്രശ്നം എവിടെ കൊണ്ടുവന്നു? ദൈവസന്നിധിയിൽ മാത്രം. പിതാവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞോ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇപ്പൊ ചാവാൻ പോവാ, നിങ്ങളുടെ എനിക്ക് വലിയ പ്രശ്നം കണ്ടോ? പിതാവിന്റെ മുമ്പിൽ കണ്ണുനീരോടെ. സത്യത്തിൽ നമുക്കത് വലിയ മോട്ടിവേഷനാണ്. നമ്മുടെ വലിയ ഭാരങ്ങൾ സത്യത്തിൽ നമ്മൾ ഈ ആൾക്കാരോട് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ
എന്നിട്ട് ദൈവസന്നിധി വരുമ്പോൾ എനർജറ്റിക് ആകുക. നോക്കിയേ, മോശയെ കുറിച്ച് നിങ്ങൾക്കറിയാം. മോശ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആൾക്കാരെല്ലാവരും പിറുപിറുക്കുകയാണ്. എന്തായിത്തീരും, ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും? പക്ഷേ മോശ ഇവിടെ കരയുന്ന പോലും. പക്ഷെ ദൈവം പറയുകയാണ്, മോശെ, നിന്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. ചെങ്കടലിന് നേരെ നീ വഴി നീട്ടുക. നോക്കിയേ, എവിടെന്നോ പ്രാർത്ഥിച്ചത്? ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധി. ഇവിടെയുള്ള ടീച്ചേഴ്സ് ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മളെ കുറിച്ചുള്ള ഭാരങ്ങളെല്ലാം ദൈവസന്നിധി കരയുക. ദൈവം അതിന് മറുപടി തരും. ദൈവസന്നിധി നമ്മൾ കരഞ്ഞാൽ വേറെ ആരുടെ മുമ്പിൽ കരയാൻ ദൈവം സമ്മതിക്കില്ല. ദൈവസന്നിധി നമ്മൾ മുഴങ്കാൽ മടക്കിയാൽ വേറെ ആരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. മറന്നു പോകരുത്, ബി എനർജറ്റിക്, ഉത്സാഹമുള്ളവരാകുക. ഏത് കാര്യത്തിലും ഉത്സാഹമുള്ള നെഹമ്യാവിനെ പോലെ കൂടെ നിൽക്കാൻ ആരില്ല. പ്രാർത്ഥിച്ചു, ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തു. മോശയെ പോലെ ആരും കൂടെ മിക്കനാണ് മോശ, പക്ഷെ കൂടെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. വിശ്വാസത്തോടെ മുമ്പോട്ട് പോയി. പൗലോസ് കൂടെ ആരുമില്ലായിരുന്നു, കൂടെ ദൈവം കൂടെ ഉണ്ടായിരുന്നില്ലേ? നോക്കിക്കേ, നിങ്ങൾ ബൈബിളിലെ ഓരോരുത്തരും നോക്കിയേ. നോക്കിയേ, എല്ലാവരും മണ്ഡലെന്ന് വിളിച്ചു, പട്ടണെന്ന് വിളിച്ചു. പക്ഷെ മഴ പെയ്യും എന്നുള്ള വിശ്വാസത്താൽ നിന്നില്ലേ. കർമ്മേലിന്റെ മലമുകളിൽ ബാലിന്റെ ദേവന്മാരെ ആരാധിക്കുന്ന ഒത്തിരി പേര് അവിടെ എഴുന്നേറ്റ് നിന്നു. പ്രവാചകന്മാരെന്നു ഒറ്റ ഒരുത്തൻ, ഏലിയാവ്, ഒറ്റ ഒരുത്തൻ. ഇവിടെ നിങ്ങളെല്ലാം, നമ്മളെല്ലാം ദൈവം അതുപോലെ നോക്കുന്നത്. ഒരു എനർജി നമ്മുടെ ഉള്ളിൽ വരണം. ദൈവമേ, നിന്റെ ആ ശക്തി എനിക്ക് പകരണമേ കർത്താവേ, നിന്റെ ആ ബലം എന്നിൽ പകരണമേ കർത്താവേ. ബൈബിൾ പറയുന്ന ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും, ഞാൻ സകലത്തിനും മതിയാകും. ആ ശക്തി നമ്മളിലേക്ക് വരണം. മൂന്നാമത്തെ വാക്കിലേക്ക് നമ്മൾ വേഗം പോകുന്നു. G, talent, E, energetic, A stands for ambition. Ambition, ആഗ്രഹം. ഏതൊരു ടീച്ചറിന്റെ ഉള്ളിലും നല്ല ശിഷ്യന്മാരെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. മനസ്സിനൊരു ആഗ്രഹം, അല്ലേ? നമുക്ക് ലോകത്തുള്ള ഏറ്റവും വലിയ കെട്ടിടങ്ങൾ എടുത്ത് നോക്കി, ബുർജ് ഖലീഫ അടക്കമുള്ള കെട്ടിടങ്ങൾ എടുത്ത് നോക്കിയാലും എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ആഗ്രഹമാണ്. ചിലരുടെ ആഗ്രഹം, ചില ഭരണാധികാരികളുടെ ആഗ്രഹം, ചില ഡിസൈനേഴ്സിന്റെ ആഗ്രഹം. ഇന്ന് ഈ ചർച്ച, ഒരു വീട് നമ്മളെടുത്ത് നോക്കിക്കേ. നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ, ഈ ഫാൻ, AC, ഈ കസേര എല്ലാം നോക്കിക്കേ. സൗണ്ട്, ഇതെല്ലാം ചിലരുടെ ആഗ്രഹത്തിൽ തുടങ്ങിയതാണ്. തുടക്കം എവിടെയായിരുന്നു? ആഗ്രഹം, 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 ആഗ്രഹം. ആദ്യത്തെ വണ്ടി എന്തായിരുന്നു? ചെറിയ ചക്രം ഉരുട്ടിക്കൊണ്ട് നടന്നവരാണ്. പക്ഷെ ഇപ്പോഴും ഓടിക്കുന്ന വണ്ടികൾ നോക്കിക്കേ, എന്തോ ടെക്നോളജിയാണ്. ഇപ്പൊ ഡ്രൈവർ പോലും വേണ്ട. കാര്യം ഓരോ വണ്ടിയിൽ കയറുമ്പോഴും അതിന്റെ ചിന്തിക്കുന്ന ആൾക്കാർ നോക്കുന്നത് എന്താ? ഇതിലും അപ്ഡേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ഇതിലും അപ്ഡേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം. പണ്ട് നമ്മൾ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ഇപ്പോഴത്തെ പോലെയാണോ? മാറി വന്നു. ക്യാമറ ഇപ്പോഴത്തെ പോലെയാണോ? മാറി വന്നു. കാലഘട്ടങ്ങൾ മാറി മാറിക്കും. കാരണം ആഗ്രഹങ്ങൾ, എല്ലാത്തിന്റെ പിന്നിലും ആഗ്രഹങ്ങൾ. അങ്ങനെ ആഗ്രഹിച്ച വ്യക്തിയാണ് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. നല്ല ബൾബ്, ഇലക്ട്രിക് ഫിലമെന്റ് കണ്ടുപിടിക്കണം. 1999 പ്രാവശ്യം തോറ്റുപോയെന്നാ പറയുന്നത്. 1999 പ്രാവശ്യം അദ്ദേഹം തോറ്റുപോയി. തോറ്റപ്പോൾ പത്രക്കാരെ ചോദിച്ചു, നിങ്ങൾ തോറ്റുപോയില്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, തോറ്റു എന്ന് പറയുന്നത് എങ്ങനെ ചെയ്താൽ കണ്ടുപിടിക്കില്ല ഞാൻ പഠിച്ചു. ടീച്ചർ പറഞ്ഞ വാക്കാണ്, എങ്ങനെ ചെയ്താൽ ശരിയാവില്ലെന്ന് ഞാൻ പഠിച്ചു. പ്രിയപ്പെട്ടവരെ, 2000ാമത്തെ പ്രാവശ്യം ജയിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, 1999 പ്രാവശ്യം തോറ്റു എന്ന് പറയണ്ട, എങ്ങനെ ചെയ്താൽ ചെയ്യാൻ റെഡിയാകില്ല എന്ന് ഞാൻ പഠിച്ചു. ഒരു ടീച്ചർ എന്ന രീതിയിൽ നമുക്കൊരു അംബീഷൻ ഉണ്ടാകട്ടെ. കുട്ടികളെ കുറിച്ച് ഒരു അംബീഷൻ ഉണ്ടാകട്ടെ. സൺഡേ സ്കൂളിനെ കുറിച്ച് അംബീഷൻ ഉണ്ടാകട്ടെ. ഈ വർഷം EPSനെ കുറിച്ച് അംബീഷൻ ഉണ്ടാകട്ടെ. 2025 മുമ്പോട്ട് നീങ്ങുമ്പോൾ, കർത്താവേ, ഇനി ജനുവരി മാസം ഈ ദിവസം ഇനി മുമ്പോട്ട് ഞാൻ എനിക്കൊരു ആയുസ് തന്നാൽ, ആരോഗ്യം തന്നാൽ, ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യണം കർത്താവേ. ഈ നാട്ടിൽ ചിലരെ കൂടെ ദൈവത്തെ അറിയണം കർത്താവേ. ആഗ്രഹം ഉണ്ടാകട്ടെ, ആഗ്രഹം ഉണ്ടാകട്ടെ, ആഗ്രഹം ഉണ്ടാവട്ടെ. ആഗ്രഹങ്ങൾ, ചില ആഗ്രഹങ്ങൾ. PG വർഗീസ് അങ്കിളൊക്കെ നിങ്ങൾക്കറിയാം. PG വർഗീസിന്റെ അങ്കിളിന്റെ മകള് ഡോക്ടറാകാൻ ആഗ്രഹിച്ചു. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പോകാൻ പറ്റുന്നില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള പൈസയുണ്ട്. PG വർഗീസ് അങ്കിൾ പറഞ്ഞു, മോളെ നിനക്ക് ഇപ്പൊ തരാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷേ PG വർഗീസ് അങ്കിളിന്റെ മകള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുത്തെ അഡ്മിഷൻ സമയമായി, പൈസ കൊടുക്കാനില്ല. PG വർഗീസ് അങ്കിൾ പറഞ്ഞു, നിന്റെ ആഗ്രഹത്തെ കുഴിച്ചു മൂടുക. പക്ഷെ സംഭവിച്ചതെന്ന് അറിയാമോ? ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് നേടി അവിടെ ജോലി ചെയ്യുകയാണ്. നമ്മൾ ചേർന്ന് കുഴിച്ചു മൂടിയാലും ദൈവം എന്ത് ചെയ്യത്തില്ല? ദൈവം അത് സമ്മതിക്കത്തില്ല. ദൈവത്തിന് അറിയാം. യോസഫ് അവന്റെ ആഗ്രഹത്തെ പൊട്ടക്കിടത്തിൽ കുഴിച്ചിടാൻ ആൾക്കാരെ ശ്രമിച്ചു. സഹോദരങ്ങളാ ശ്രമിച്ചത്. ജയിലിനുള്ളിൽ ഞാൻ ശ്രമിച്ചല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലിട്ടല്ലേ? അടിമ വേലക്കാരനായി മാറിയല്ലേ? പക്ഷെ നോക്കിക്കേ, ദർശനം കൊടുത്തത് ആരാ? സ്വപ്നം കൊടുത്തത് ആരാ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരുടെ സ്നേഹത്തോടെ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും വ്യക്തിപരമായി ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിക്കുക. എന്റെ ഉള്ളിൽ ആഗ്രഹം തന്നത് മനുഷ്യനല്ല, ദൈവമാണ് ആഗ്രഹം തന്നിട്ടുള്ളത്. അത് എന്നെ കുറിച്ചുള്ളതായിരിക്കാം, എന്റെ ആത്മീയ ഭൗതിക ജീവിതത്തെ കുറിച്ചായിരിക്കാം, എന്റെ തലമുറയെ കുറിച്ചുള്ളതായിരിക്കാം, ഏത് ജീവിതത്തിലെ ഏത് കാര്യങ്ങളെ കുറിച്ചുള്ള ആഗ്രഹമാണെങ്കിലും ഈ ആഗ്രഹം നിവർത്തിച്ചു തരുന്ന ദൈവം
എന്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 20 പറയുന്നു, നിന്റെ ആഗ്രഹം യഹോവയ്ക്ക് കൊടുക്കുക, അവനോട് പറയുക നിന്റെ ആഗ്രഹങ്ങളെ, നല്ല ആഗ്രഹങ്ങൾ ദൈവം നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. മറന്നു പോകരുത്. അപ്പൊ നമ്മൾ താഴേക്ക് വരുമ്പോൾ സി എന്ന ലെറ്ററിലേക്ക് വരുമ്പോൾ കമ്പാഷൻ, അനുകമ്പയുള്ളവരായിരിക്കണം. കമ്പാഷൻ നോക്കിക്കേ, എന്താണ് ഒരു ടീച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? യേശു നമുക്ക് കാണിച്ചു തന്നത് വന്ന ജനക്കൂട്ടത്തോട് അനുകമ്പയുള്ള, അവരുടെ ഭക്ഷണമില്ലാത്ത അവസ്ഥ, ജയിലിൽ കിടക്കുന്ന അവസ്ഥ, തടവറയിൽ കിടക്കുന്ന അവസ്ഥ, അവര് ഭൂതബാധിതരായ ഒരു അവസ്ഥ ഒക്കെ കണ്ടിട്ട് യേശുവിന് എന്ത് തോന്നി? അനുകമ്പ തോന്നി. അനുകമ്പ തോന്നി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു അനുകമ്പയുള്ള ഹൃദയം ഉണ്ടാകണം. ഞാൻ മുമ്പ് പറഞ്ഞില്ല, പാറക്കല്ല് പോലെയുള്ള ആളുകൾ കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട്, അനുസരണക്കേടിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വന്തം ഒരു പ്രവാചകൻ സ്വന്തം നാട്ടിൽ ചിലപ്പോ അംഗീകരിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ, ചിലപ്പോ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവരനുസരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ, അവരോട് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അവർ അത്ര ഗൗനിക്കണമെന്നില്ല. എന്നാൽ ചിലര് വന്ന് ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഒരു സ്നേഹിതനോ അടുത്തൊരു ബന്ധുവോ ഒരു അങ്കിളോ ഒന്ന് വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അവരത് കുറച്ചുകൂടെ മുഖവിലേക്ക് എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കുട്ടികൾക്ക് ഒരു മെന്റർ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റർ അവർക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ പറയാം, നമ്മളും ഇതുപോലെ ചില കുഞ്ഞുങ്ങൾക്ക് ഒരു മെന്റർ ആകാൻ ദൈവം വിളിച്ചേക്കാണ്. നമ്മുടെ സമയം വരുന്ന കുഞ്ഞുങ്ങളാകാം, സൺഡേ സ്കൂളിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളാകാം, BBS പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളാകാം, നമ്മുടെ അയൽപക്കത്തുള്ള കുഞ്ഞുങ്ങളാകാം. നമുക്കൊരു മെന്ററായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അവരുടെ പഠിത്തത്തെ കുറിച്ച്, അവരുടെ ജോലിയെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച് ഒരു വാക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ വാക്ക് മതി അവരുടെ ജീവിതം തിരിയാൻ. 1 മണിക്കൂർ കൊടുത്ത പ്രസംഗം വേണ്ട. നിങ്ങൾ ചിലപ്പോൾ തോളത്തൊന്ന് തട്ടുന്ന മോളെ മോനെ പഠിക്കണം കേട്ടോ, തോറ്റെന്ന് വെച്ച് വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ പറഞ്ഞ തോറ്റല്ലേ, നാടാവില്ല, നിനക്ക് നാടാവില്ലടാ, നീ തോറ്റല്ലേ, നിനക്ക് നാടാവില്ല, സത്യം വരെ നാടാവില്ലടാ എന്ന് പറയുന്നതിന് പകരം മോനെ സാരമില്ലടാ, ഇതൊക്കെ ഒരു ചെറിയ തോൽവി, ഇതൊന്നും ജീവിതത്തിന് അവസാനമല്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. എന്ന് പറയാൻ പറ്റണം. ഒരു മെന്ററായിട്ട് പ്രവർത്തിക്കും. കമ്പാഷൻ വേണം. അതിന് തോറ്റുപോയവരോട് ഒരു അനുകമ്പ നമുക്ക് വേണം. പരാജയപ്പെട്ട ഒരു അനുകമ്പ വേണം, അല്ലെ? അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ അംഗൻവാടിയിലേക്ക് പോകുന്ന സമയത്ത് സ്ലേറ്റ് കൊണ്ടുപോകും. സ്ലേറ്റിന്റെ പ്രത്യേകത എന്താ? അതിൽ കുത്തി വരയ്ക്കും, കാക്ക എന്ന് എഴുതും, കാക്കയെ വരയ്ക്കും, പൂക്കൾ വരയ്ക്കും, പൂവെന്ന് എഴുതും. എല്ലാം എഴുതിയാലും തെറ്റിപ്പോകും. വീട്ടിൽ വരുമ്പോൾ സ്ലേറ്റ് തല്ലി പൊട്ടിക്കും. സ്ലേറ്റ് തല്ലി പൊട്ടിക്കും. സ്ലേറ്റ് തല്ലി പൊട്ടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ 10,000 സ്ലേറ്റ് വേണമായിരുന്നു, അല്ലേ? പക്ഷെ സ്ലേറ്റ് തല്ലി പൊട്ടിച്ചില്ലാരും എന്ത് ചെയ്തു? നനച്ചൊന്ന് തുടച്ചു, വീണ്ടും എഴുതി, നനച്ചൊന്ന് തുടച്ചു, വീണ്ടും എഴുതി. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതവും. അനുകമ്പ വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അടച്ചാക്ഷേപിച്ച് തള്ളിക്കളയരുത്. നമ്മുടെ സൺഡേ സ്കൂളിൽ വരുന്ന കുഞ്ഞ് വികൃതി കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു, ചിലപ്പോ ചില കുട്ടികൾക്ക് വീടി വലിച്ചെന്ന് വന്നേക്കാം, ചീത്ത കൂട്ടുകെട്ട് കൂടി പോയെന്ന് വന്നേക്കാം, ഏതെങ്കിലും വഴി ചീത്ത വാക്ക് പറഞ്ഞെന്ന് വന്നേക്കാം. അടച്ചാക്ഷേപിച്ച് ഇനി ഒരിക്കലും നീ രക്ഷപ്പെടില്ലെന്ന് പറയാൻ പാടില്ല. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മളതിന് മുഖാന്തരമാകണം. അവൻ ചിലപ്പോൾ മദ്യപിച്ചെന്ന് വന്നേക്കാം, വഴിതെറ്റി പോയെന്ന് വന്നേക്കാം. അങ്ങനെ ആരും പോകാതിരിക്കണം. പക്ഷെ ഞാൻ പറയുക, ഏതെങ്കിലും കാരണവശാൽ ഇന്ന് ലോകത്തിന്റെ വഴിയിൽ ഏതെങ്കിലും കുട്ടികൾ പോയെങ്കിൽ, അനുകമ്പയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന മുഴങ്കാലുണ്ടെങ്കിൽ, കണ്ണുനീര് പറ്റാത്ത കണ്ണുകൾ നമുക്കുണ്ടെങ്കിൽ, ഓർക്കുക, സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്വർഗം പ്രവർത്തിക്കും. ദൈവ മാറ്റങ്ങൾ കൊണ്ടുവരും. ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ച പൗലോസിന് മാറ്റം വരുത്താൻ കർത്താവിന് കഴിയുമെങ്കിൽ, നമ്മുടെ തലമുറയ്ക്കും നമ്മൾ ആഗ്രഹിക്കുന്ന തലമുറകൾക്കും മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. H stands for helpful. സഹായിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. കുട്ടികളെ ആത്മീക ഭൗതിക മേഖലകളിൽ, സാമ്പത്തിക മേഖലയിൽ, പണ്ടത്തെ കാലത്ത് ഞാൻ സത്യത്തിൽ ഒരു നല്ല ഷർട്ട് ഇടാൻ കൊതിച്ചിട്ടുള്ള വ്യക്തിയാണ്. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. നല്ലൊരു ഭക്ഷണം, നല്ലൊരു ഷർട്ട്, നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്ന ആരെങ്കിലും അതിഥികൾ വരുമ്പോഴാണ് വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാകുന്നത്. നല്ല വസ്ത്രം ധരിക്കുന്ന ഒരു ഓണമോ ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ വന്നാലേ നല്ലൊരു ഡ്രസ്സ് കിട്ടത്തുള്ളൂ. അപ്പോ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ നോക്കിക്കേ, ഇപ്പോഴത്തെ കാലഘട്ടം മാറി. ഇപ്പോൾ നമുക്ക് ഏത് ഷർട്ട് ഇടും എന്നാണ് നമ്മുടെ ചിന്ത. ഇതിൽ ഏത് അലമാര തുറക്കുമ്പോൾ ഇതിൽ ഏത് ഇടും എന്നാണ്. ഭക്ഷണം നമ്മൾ എന്തിടുമെന്ന് അന്ന് ചിന്തിച്ചത്. അടുക്കളയിൽ കയറിയിട്ട് എന്ത് കഴിക്കുമെന്നോ ചിന്തിച്ച സമയം നമുക്കുണ്ട്. പക്ഷെ ഇപ്പൊ ഇതിൽ ഏത് കഴിക്കുമെന്നാ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. ഇഷ്ടംപോലെ ഭക്ഷണമായില്ലേ? നമ്മുടെ കുട്ടികൾ സ്നാക്സ് ഇട്ട് തട്ടുവാണ്, കവറുകൾ ഇട്ട് മാറ്റി മാറ്റി ഓരോ എന്താണ് പലഹാര പട്ടണം മാറ്റി മാറ്റി വെക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നോക്കിയപ്പോ എന്നോട് വൈഫ് പറഞ്ഞു, ഷൂ റാക്ക് നമുക്ക് വാങ്ങണം. പണ്ട് നമുക്കൊരു ചെരുപ്പിന് വേണ്ടി നമുക്ക് കൊതിച്ചൊരു സമയമുണ്ട്. പക്ഷെ ഇപ്പൊ ഷൂവും ചെരുപ്പുകൾ ഇഷ്ടംപോലെ. നോക്കിക്കേ, ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകൾക്ക് ഇന്ന് വലിയ ദാരിദ്ര്യമില്ല. പക്ഷെ എങ്കിലും അവർക്ക് വേണ്ട സഹായം ഇപ്പോഴും യേശു പറഞ്ഞില്ലേ, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുക. ഭൗതികമായ ആഹാരം കൊടുക്കാൻ ഇപ്പൊ നമുക്ക് പ്രാപ്തിയുണ്ട്. ഇപ്പൊ വലിയ ദാരിദ്ര്യം എങ്ങുമില്ല. സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ
ഭാഷകളോ പ്രശ്നങ്ങളോ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി ഇപ്പൊ ദൈവം നമുക്ക് ദൈവകൃപയാൽ തന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴും സഹായം ആവശ്യമുണ്ട്. ഇപ്പോഴും അവർക്ക് ആത്മീയമായ സഹായം ആവശ്യമുണ്ട്. ഇപ്പോഴും അവർക്ക് കർത്താവിനെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊക്കെ എല്ലാം തികഞ്ഞു എന്ന് പറയല്ലേ. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല കാര്യമാണ്. പക്ഷെ ആത്മീയമായി അവരെ കർത്താവിന്റെ കയ്യിൽ നമ്മൾ പ്രാർത്ഥന അതാകട്ടെ. കർത്താവ് എന്റെ കുഞ്ഞ് രക്ഷിക്കപ്പെടുക, എന്റെ കുഞ്ഞ് കർത്താവിനെ അറിയുക, എന്റെ കുഞ്ഞ് വ്യക്തിപരമായി പറയണം. നമ്മുടെ കുഞ്ഞിന് എന്റെ 2 മക്കൾ ചർച്ചിൽ വരാൻ കാര്യം എന്താ? ഞാൻ ചർച്ചിൽ പോകുന്നതുകൊണ്ട്, അല്ലാതെ രക്ഷിക്കപ്പെട്ടുള്ളതല്ല. നമ്മളതാ വെല്ലുവിളി. നമ്മുടെ വെല്ലുവിളി ഏതാണ്? നമ്മുടെ ചർച്ചിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വരാൻ കാര്യം എന്താ? നമ്മൾ പോകുന്നു, നമ്മൾ ഞായറാഴ്ച രാവിലെ പോകുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നു, അല്ലല്ല. പക്ഷെ അവര് പറയുന്നു, പപ്പാ എനിക്ക് പോണം, മമ്മി എനിക്ക് പോണം, കാര്യം എന്റെ കർത്താവിനെ എനിക്ക് ആരാധിക്കണം. അവർ ഒരു ദിവസം പറയണം, എന്റെ യേശുവിനെ എനിക്ക് രക്ഷകനായി സ്വീകരിക്കണം, എന്റെ യേശുവിന്റെ നാമത്തിൽ എനിക്ക് ആ സ്നാനം സ്വീകരിക്കണം. അവര് പറയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അവര് പറയും, നമ്മൾ 13 വയസ്സായാലും സ്നാനം അത്യാവശ്യ സ്നാനം എന്ന് പറയുന്നതല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്റെ കുഞ്ഞ് വ്യക്തിപരമായി കർത്താവിനെ അറിയുന്ന, വ്യക്തിപരമായി കർത്താവിന് വേണ്ടി ചിലത് ചെയ്യണമെന്ന് കൊതിക്കുന്ന ഒരു തലത്തിലേക്ക് വരണം. അത് നമ്മുടെ ആഗ്രഹമായിരിക്കണം, അത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ സഭയിലെ എല്ലാ മക്കളെ കുറിച്ചും ആ രീതിയിലുള്ള സഹായം നമ്മൾ ചെയ്യണം. 2 വാക്കുകളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. P stands for eternal focus. നമ്മളൊരു കുട്ടിയെ കാണുമ്പോൾ, നമ്മളൊരു കുഞ്ഞിനെ കാണുമ്പോൾ, സൺഡേ സ്കൂളിൽ അവർ വരുമ്പോൾ, BBS വരുമ്പോൾ, eternal focus. eternal focus എന്ന് പറഞ്ഞാൽ നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം ഒരു ടീച്ചർ പ്രവർത്തിക്കേണ്ടത്. നിത്യത. ഒരു കുട്ടിയെ നമ്മൾ BBS പഠിപ്പിക്കുമ്പോൾ BBS എന്ന് പറഞ്ഞാൽ വട ബോണ്ട സമൂസ ആണോ? BBS എന്താ? വടയും ബോണ്ടയും സമൂസയാണോ? നമ്മൾ BBS നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ BBS ഭയങ്കര ചെലവായി. എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ, ഞാനൊരു വാടക വീട്ടിൽ താമസിച്ച സമയത്ത് ഒരു ചെറിയ ടാർപോളിനിട്ട് ഞാൻ നോക്കി ഈ ദേശത്തെ കുട്ടികളൊക്കെ കൂട്ടി അവിടെ ഒരു ടാർപോളിൽ വലിച്ചു കെട്ടി അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ഞാൻ BBS നടത്തിയിട്ടുണ്ട്. നമ്മൾ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. മരത്തണലിൽ BBS നടക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ മരത്തണലിലാണ് BBS. കശുമാവിൻ തോട്ടത്തിനും ഒക്കെയാണ് BBS നടക്കുന്നത്. സ്ഥലം ഒരു പരിധിയല്ല. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് പരിമിതികൾക്കുള്ളിൽ നമുക്കൊരു ആഗ്രഹം മതി. കർത്താവേ എന്തെനിക്ക് ചെയ്യാൻ പറ്റും? നിത്യത. കുഞ്ഞുങ്ങൾ ആരും എന്ത് നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. ഒരാഗ്രഹം ഉണ്ടാവും. അവസാനത്തെ വാക്ക് റിലേഷൻഷിപ്പ്. ഒരു ബന്ധം എപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലാകട്ടെ, ഗുരുശിക്ഷ ബന്ധത്തിലാകട്ടെ, അതിന്റെ വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ബന്ധം. ആ ബന്ധം തകർക്കുന്നതൊന്നും, ചിലപ്പോൾ ഒരു ബന്ധം തകർക്കാൻ ഒരു വാക്ക് മതി, ഒരു നോട്ടം മതി, ഒരു പ്രവൃത്തി മതി. ശരിയല്ലേ? നമുക്കൊരു ബന്ധം തകർക്കാൻ എളുപ്പമാണ്, പക്ഷെ ബന്ധം പണിയാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം മക്കൾ എന്ന ബന്ധമാണ്. ആ മക്കൾ എന്ന പദവിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, സത്യത്തിൽ ചില ടീച്ചർമാർ നമ്മുടെ മക്കളെ പോലെയൊക്കെ എത്തിയിട്ടുണ്ട്. സത്യം, ചില ടീച്ചർമാര് നമ്മൾ പഠിക്കാൻ വന്ന കുട്ടികളെ പോലെ കണ്ടു, പക്ഷെ ചില ടീച്ചർമാർ മക്കളെ പോലെ. അങ്ങനെ മക്കളെ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അവരെ ഒരു മാതാവിനെ പോലെ, പിതാവിനെ പോലെ ഒരു സ്നേഹം തിരിച്ച് നമുക്ക് ഉണ്ടാകും. ദൈവത്തോട് ഇത്ര വലിയ സ്നേഹം നമുക്ക് തോന്നാൻ കാര്യം എന്ന് അറിയാം. ദൈവം ഒരു കർത്താവ്, ഒരു ബോസ് ആയിട്ടിരുന്ന് നിങ്ങളെല്ലാം അടിമകൾ എന്ന് പറഞ്ഞിരിക്കുകയല്ല ദൈവം ചെയ്തു. ദൈവം പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളത് മക്കളായി. നമുക്കൊരു ഭാഗ്യം പദവി മക്കൾ എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഭാഗ്യം എന്താ ഉള്ളത്? അതുപോലെ ഒരു പദവി വേറെ എന്താ ഉള്ളത്? അപ്പൊ നമ്മളെ പാപത്തിൽ കിടന്ന്, നമ്മളെ ചെളിയിൽ കിടന്ന് നമ്മളെ രക്ഷിച്ച് ബന്ധത്തിലാക്കി തീർത്തു. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഈ വലിയ ബന്ധം എനിക്ക് തന്നതിന് വേണ്ടി ഞാൻ ചിലരെ ദൈവത്തിലേക്ക് നയിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ ചെറിയൊരു ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബുദ്ധി ഉണ്ടാകട്ടെ. ഒരു ടീച്ചറായി ഒരു വലിയ വിളിയാണ് നമ്മുടെ പേരുള്ളത്. 2025 ചില കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ കർത്താവേ. 2025 എനിക്ക് ഇന്ന് ഈ ആയുസ് തന്നത്, ആരോഗ്യം തന്നത് എന്റെ കർത്താവേ, ദൈവരാജ്യത്തിന് വേണ്ടി ചില കുഞ്ഞുങ്ങൾ നിങ്ങളൊന്ന് സ്വപ്നം കണ്ടേ, നിങ്ങളൊന്ന് ആഗ്രഹിച്ചേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ എന്നെ ഉപയോഗിക്കണേ കർത്താവേ. എനിക്ക് കുറവുകളുണ്ടപ്പാ. ഞാൻ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തളർന്നു പോയ ഒരു വ്യക്തിയാണപ്പാ. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ പരാജയമാണ് കർത്താവേ. ദൈവമേ, ഞാൻ വളരെ താഴെയാണ് കർത്താവേ. ഞാൻ തകർന്നു പോയവരാണ് കർത്താവേ. നിങ്ങളൊന്ന് ആഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്താൻ ഈ BBS ട്രെയിനിങ് പ്രോഗ്രാം ഇടയായി തീരട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിക്കണേ കർത്താവേ. എന്റെ കഴിവുകളല്ല, ദൈവത്തിന്റെ കൃപ അധികമായി പകരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ഒരു ടീച്ചറായിട്ട്, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ടീച്ചറായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു.